ഗൈസ് നമുക്ക് ഇന്നൊരു അപ്സൈക്കിൾ ആയാലോ. ഈ ടോപ്പ് കണ്ടോ, വളരെ 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 പണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു ടോപ്പാണ് കേട്ടോ. അപ്പം ഞാനതങ്ങ് എടുത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നേ. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മൈൻഡിൽ വന്നത് ഇത് വെച്ചിട്ട് തന്നെ ഒരു സ്കേർട്ടും ഒരു കോട്ട് സെറ്റ് പോലെ ഒരു ടോപ്പും ചെയ്യാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടാണ് ഞാനിവിടെ ഈ കട്ട് ചെയ്യുന്നത്. അതായത് സ്കേർട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം ആ ഒരു ലെവലിൽ വെച്ചിട്ട്, പിന്നെ ആ കോട്ട് സെറ്റിനും നിങ്ങൾക്ക് ആ ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് ഇതിൻ്റെ ഒരു മിഡിലൊക്കെ ആയിട്ട് ഞാൻ ഏകദേശം എൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് സ്കേർട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതാണ് സ്കേർട്ട്. ഇനി നമുക്ക് ടോപ്പിലേക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഈ ടോപ്പിൻ്റെ ഈ പോർഷൻസിൽ ആദ്യം ഞാൻ ആ ഒരു ഹുക്സൊക്കെ ഫുൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ലീവും ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നേ. സ്ലീവും ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഫുൾ കട്ടിങ് നോക്കുന്നത്. അപ്പോൾ ഞാൻ കോർസെറ്റിൻ്റെ ഓൾറെഡി ഞാൻ പാറ്റേൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാറ്റേൺസ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ആ പാറ്റേൺസ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതെനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ആ പാറ്റേൺ വെച്ചിട്ട് എക്സ്ട്രാ സീം അലവൻസ് കൂടെ കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 2 പീസസ് നമുക്ക് വേണം. കാരണം ഇതിപ്പോൾ ഒരു ഒറ്റ ചെസ്റ്റിൻ്റെ ആ ഒരു ബസ്റ്റിൻ്റെയാണ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത്. അതായത് ഒരു സെൻറ്ററിലൊരു കട്ടിങ് വരും. സെൻറ്ററിലൂടെ ഒരു കട്ടിങ് വന്നിട്ട് 2 സൈഡിലും ഓരോരോ പീസും മുകളിൽ ആ ഒരു സ്ട്രാപ്പില്ലേ, ഒരു നീളത്തിലൊരു സ്ട്രാപ്പ് ഉണ്ടല്ലേ, അത് അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഞാൻ അതിനനുസരിച്ച് മാർക്ക് ചെയ്തതിനനുസരിച്ച് എല്ലാം 2 പീസ് വെച്ചിട്ടാട്ടോ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പീസസ് വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു സൈഡത്തെ ഒരു പോർഷനാണ് വരുന്നത്. അത് ഫ്രണ്ടിലേക്കുള്ള തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പാറ്റേൺസും വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി വിട്ടിട്ടുണ്ട്. പിന്നെ അതെന്തിനാ വെച്ചാൽ നമ്മൾ നോർമൽ വിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സീം അലവൻസ് വിട്ടിട്ട് വേണം ചെയ്യാനും. ബിക്കോസ് നമ്മൾ അതിൻ്റെ ഇടയിലൂടെ ബേണിംഗ് സ്ട്രാപ്പില്ലേ, അത് കയറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളത് കൂടി ഒരു സ്പേസ് വേണ്ടേ, അതായത് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കാനുള്ള സ്പേസും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ സീം അലവൻസ് വിട്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ആ ഫ്രണ്ടിലിരിക്കുന്നത് കണ്ടില്ലേ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു ബസ്റ്റിൻ്റെയാണ്. അപ്പോൾ സെക്കൻഡ് ബസ്റ്റിൻ്റെ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക ലുക്ക്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് മേലെ മുകളിൽ, അതായത് ഈ നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ മുകളിൽ ആ ഒരു സ്ട്രാപ്പും കൂടി കണക്റ്റ് ആവുന്ന രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുറച്ച് തിക്കുള്ള മെറ്റീരിയലാണെങ്കിൽ ഒന്നും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നിൽക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ക്യാൻവാസിൽ ഇത് അയൺ ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലും കുറച്ചും കൂടി തിക്കായിട്ട് നിങ്ങൾക്ക് സംഭവം കിട്ടും കേട്ടോ. എന്നിട്ട് ആ മേലത്തെ സ്ട്രാപ്പും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് എന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നതാണ്. ആ ബസ്റ്റിൻ്റെ അവിടെ കണക്റ്റ് ആവുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ബേണിംഗ് സ്ട്രാപ്പ് എനിക്ക് കയറ്റണം എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇപ്പം ഞാൻ ഈ ഒരു അടിക്കുന്നത് കണ്ടോ, ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ആ ഒരു സീം അലവൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട്, അതായത് ആ ഒരു സ്ട്രാപ്പ് കയറാനുള്ള ഒരു സ്പേസ് കൂടെ വിട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. സൈഡ് കൂടെ ഒന്ന് സൈഡെല്ലാം അത് ചെസ്റ്റിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനാണ് വരുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്താൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകും. ഇത് നമുക്കൊരു ഒറ്റ സൈഡാണ് വരുന്നത്. രണ്ടാമത്തെ സൈഡും സെയിം പ്രോസസ്സ് വഴി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് അതിൽ കണ്ടായിരുന്നോ, ബാക്ക് ഞാൻ മറ്റേ കെട്ടുന്നതില്ലേ, ഇങ്ങനെ വള്ളി വെച്ചിട്ട് അങ്ങോട്ട് കെട്ടുന്നത്, അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്കേർട്ട് നമ്മളൊന്ന് സെറ്റാക്കി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ബേണിംഗ് സ്ട്രാപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് 4 സൈഡും ഒന്ന് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ഈ സൈഡിലിട്ടു, സെൻറ്ററിലിട്ടു, പിന്നെ ആ ചെസ്റ്റിൻ്റെ ഏറ്റവും മുകളിലിട്ടു, അങ്ങനെയൊക്കെ ഇട്ടിട്ടോ. അതുകൊണ്ടാണ് അത് ഭയങ്കര ഒരു ഫിറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് നിന്നുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം, അങ്ങനെ ഇത് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുകയെന്ന്. പക്ഷെ നമ്മളുടെ ഇതാണ് ട്രൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവാം. ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ടാറ്റാ, ബൈ ബൈ.